السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلنأتينك بسحر مثله فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى. قال موعدكم يوم الزينة وأن يحشر الناس ضحى فتولى فرعون فجمع كيده ثم أتى. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, പടച്ചറബിന്റെ വിധിവിലക്ക് ജീവിതത്തെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് താഹയിലെ 24-ാമത് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്ന് 58-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കുവാനുള്ളത്. فلنأتينك بسحر مثله فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى. ഫറോവയുമായിട്ടുള്ള സംസാരമാണ് നടക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം അവിടെ ഒരു മത്സരത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. അതിനുവേണ്ടി ഫറോവ വെല്ലുവിളിക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള സംസാരമാണ് ഇവിടെ നടക്കുന്നത്. فلنأتينك بسحر مثله فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى. എന്നാൽ ഇതുപോലെയുള്ള ജാലവിദ്യ തീർച്ചയായും ഞങ്ങൾ നിന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്കും നിനക്കുമിടയിൽ നീ ഒരു അവധി നിശ്ചയിക്കുക. ഞങ്ങളോ നീയോ അത് ലംഘിക്കാവുന്നതല്ല. മധ്യസ്ഥമായ ഒരു സ്ഥലത്തായിരിക്കട്ടെ അത്. ഇത് ഫറോവ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്ന കാര്യമാണ്. ഫലനഅതിയന്നക ബിസിഹ്രിൻ മിസ്ലിഹി, നീ ചെയ്ത് കാണിച്ചതുപോലെയുള്ള ഒരു ജാലവിദ്യ തീർച്ചയായും ഞങ്ങൾ നിന്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കാം. ഫജഅൽ ബൈനനാ വബൈനക മൗഇദൻ, നീ വേണമെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ഒരു സമയം, ഒരു അവധി നിശ്ചയിച്ചോളൂ. മൗഇദ് നിശ്ചയിച്ചോളൂ, ഒരു സമയം, അതിനുള്ള ഒരു സന്ദർഭം താങ്കൾ നിശ്ചയിച്ചോളൂ. നഹ്നു ലാ നുഖ്ലിഫുഹു നഹ്നു വലാ അൻത, ഞാനാകട്ടെ അല്ലെങ്കിൽ നമ്മളാകട്ടെ നീയാകട്ടെ ഈ ഒരു കരാറ് ലംഘിക്കുന്നതല്ല. ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് എന്ന് ഫറോവ. നീയും അങ്ങനെ തന്നെ ചെയ്യണം എന്ന് മൂസാ നബിയെ കൊച്ചാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് പോലെ. മക്കാനൻ സുവ, ഒരു മധ്യസ്ഥമായ ഒരു സ്ഥലത്തായിരിക്കോട്ടെ അത് നടക്കുന്നത്. എല്ലാവർക്കും കാണാനും കാര്യങ്ങൾ അറിയാനും പറ്റാവുന്ന വിധത്തിൽ ഉള്ള ഒരു സ്ഥലമായിക്കോട്ടെ എന്നും ഫറോവ അവിടെ അഭിപ്രായപ്പെടുകയാണ്. ഈ ആയത്തിലുള്ള വാക്കുകളുടെ അർത്ഥം ഫലനഅതിയന്നക, നിശ്ചയമായും ഞങ്ങൾ നിനക്ക് കൊണ്ടുവന്നു തരാം. അത്രയും വാക്കുകളുണ്ട് അതില്. ബിസിഹിരിൻ, ജാലവിദ്യ, മിസ്ലിഹി, അതുപോലെയുള്ള,
ഫജ്അൽ ആകയാൽ നീ ഏർപ്പെടുത്തുക, നീ നിശ്ചയിക്കുക, ബൈനന നമുക്കിടയിൽ, ഞങ്ങൾക്കിടയിൽ, ബൈനക്ക നിനക്കിടയിലും, മൗഇദൻ ഒരു നിശ്ചയം, ഒരു കരാറ്, ലാ നുഖ്ലിഫുഹു ഞങ്ങൾ അത് ലംഘിക്കുകയില്ല, എതിര് നടക്കുകയില്ല. ഒരു കരാറ്, ഒരു നിശ്ചയം, ഒരു നിശ്ചിത സമയം, ഒരു നിശ്ചിത ദിവസം, ഈ ഒരു മത്സരത്തിന് ആവശ്യമായ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ എല്ലാം എഴുതി തയ്യാറാക്കുകയും സമയം നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുക. അതാണ് മൗഇദൻ എന്ന വാക്കിന്റെ അർത്ഥം. നഹ്നു വല അൻത ഞങ്ങളും നീയും ഈ കരാർ ലംഘിക്കാവതല്ല. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് കൂടേണ്ടത് മക്കാനൻ സുവൻ, ശരിയായ, സുവൻ എന്ന ശരിയായ, അല്ലെങ്കിൽ മധ്യസ്ഥമായ, അതല്ലെങ്കിൽ നിരപ്പായ എന്നിങ്ങനെയുള്ള അർത്ഥമാണ് ആ മക്കാനൻ സുവൻ എന്ന ഈ വാക്കിന്റെ അർത്ഥമായി കാണുന്നത്. നോക്കൂ നിങ്ങൾ, വളരെ അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു വെല്ലുവിളിയാണ് ഫറോവ ഇവിടെ നടത്തുന്നത്. ഫല നഅ്തിയന്നക, നഅ്തി എന്ന വാക്കിന്റെ മുമ്പിലും പിമ്പിലുമൊക്കെ ല എന്ന വാക്ക് അക്ഷരം കൊണ്ടുവന്നാൽ തീർച്ചയായും എന്നാണ് അതിനർത്ഥം. നഅ്തി എന്നതിന്റെ ഷന്ന എന്ന വാക്കുപയോഗിച്ചാൽ അതിന്റെയും അർത്ഥം തീർച്ചയായും എന്നാണ്, നിങ്ങൾക്കറിയാം. അങ്ങനെ 2 തവണ ഞങ്ങൾ അതിന് തയ്യാറാണ്, കാരണം അത്ര ശുഭാപ്തി വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് ജയിക്കുമെന്ന് എന്നുള്ള രൂപത്തിലാണ് ഫറോവ ഇവിടെ സംസാരിക്കുന്നത്. വളരെ അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു വെല്ലുവിളി. ഫറോവയുടെ അഹങ്കാരത്തെയും ധാർഷ്ട്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു പദമാണിത്. കാരണം രാജ്യത്തെ ഏറ്റവും വലിയ ജാലവിദ്യക്കാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടാൻ ഫറോവക്ക് ഒരു പ്രയാസവും ഇല്ല. അവരൊരുമിച്ച് കൂട്ടിയിട്ട് മൂസാ നബിയെ പരാജയപ്പെടുത്താമെന്നാണ് അവൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഫലനഅ്തിയന്നക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു സമയം നിശ്ചയിക്കാൻ ആവശ്യപ്പെടുകയാണ് മൂസാ നബി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല, എല്ലാറ്റിനും ഒരുക്കാണ്. ആ നിലക്കാണ് ഇവിടെ സംസാരിക്കുന്നത്. മൗഇദൻ, ഫറോവയുടെ ഒരു തന്ത്രമാണിത്. എന്തിനാണത്? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ ജാലവിദ്യക്കാരെ ഒരുമിച്ച് കൂട്ടാൻ അയാൾക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട്. അത് മൂസാ നബിയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു സമയം നിശ്ചയിച്ചോളൂ എന്ന് ഇവിടെ ആവശ്യപ്പെടുകയാണ്. മൂസാ നബി അത് വളരെ വ്യക്തമായി, വളരെ ആസൂത്രിതമായി ആ കാര്യം അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത ആയത്തിൽ കാണാം. അങ്ങനെ അയാൾ പറയുന്നത്, അങ്ങനെ ഒരു പൊതുവേദിയിൽ വെച്ച്, മക്കാനൻ സുവൻ, ഒരു പൊതുവേദിയിൽ വെച്ച് നമുക്ക് ഇവിടെ മാറ്റുരക്കാം. ആരാണ് ജയിക്കുന്നത്, ആരാണ് പരാജയപ്പെടുന്നത്? ഈ സിഹിർ, ഈ ജാലവിദ്യയും കൺകെട്ടും ഈ കള്ളത്തരങ്ങളുമൊക്കെ എവിടെ ആരാണ് ജയിക്കുക എന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് ഫറോവ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു പൊതുവേദി ഉണ്ടാക്കി അവിടെ മൂസാ നബിയെ തോൽപ്പിച്ച് മൂസാ നബിയെ ജനങ്ങൾക്ക് മുമ്പിൽ അപമാനിതനാക്കാനും എന്നിട്ട് അയാൾക്ക് എല്ലാവിധ വിജയവും നേടാനുമായിരുന്നു അയാൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് ആധികാരികമായിട്ട് ഫറോവ ഇവിടെ സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മക്കാനൻ സുവ എന്ന് പറഞ്ഞാൽ എന്താണ്? സമമായ ഒരു സ്ഥലം എന്നാണ്. ഈ വാക്കിന് പല തഫ്സീറുകളിൽ പല വിധത്തിലുള്ള അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ഇരു കൂട്ടർക്കും ഒരുപോലെ എത്തിച്ചേരാൻ സൗകര്യപ്രദമായ ഇടയിലുള്ള ഒരു സ്ഥലം എന്നാണ് തഫ്സീർ ത്വബരിയിൽ ഇതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും, 2 വിഭാഗത്തിലുള്ള ആളുകൾക്കും ഒരുപോലെ എത്തിച്ചേരാൻ, 2 വിഭാഗം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൽ 2 പേര് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ മറ്റേ വിഭാഗത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് വരേക്കും. അപ്പോ എല്ലാവർക്കും ഒരുമിച്ച് എത്തിച്ചേരാൻ സൗകര്യപ്രദമായ, ദൂരത്തല്ലാത്തതും അറ്റത്തല്ലാത്തതുമായ ഇടയിലുള്ള ഒരു സ്ഥലം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ വാക്കിന് അങ്ങനെ അർത്ഥമുണ്ട്. ഖുർത്തുബി പറയുന്നത് എല്ലാവർക്കും വ്യക്തമായി കാണാൻ കഴിയുന്ന നിരപ്പായ ഒരു തുറന്ന സ്ഥലം എന്നാണ്, ഒരു പൊതു മൈതാൻ.
ആളുകൾക്ക് എല്ലാവർക്കും അവിടെ ഒരുമിച്ച് കൂടാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും നോക്കിക്കാണാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥലം എന്നാണ് അത് സംബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇമാം റാസി അതിനെ വിശദീകരിച്ചപ്പോ പറഞ്ഞത്, ഒരു പക്ഷപാതവും ഇല്ലാത്ത ന്യായം നടക്കുന്ന ഒരു സ്ഥലം എന്നാണ്. പക്ഷപാതമില്ലാതെ കൃത്യമായി ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി തീർപ്പാക്കാൻ പറ്റാവുന്ന ഒരു, എല്ലാവർക്കും അങ്ങനെ ആ നിലക്ക് കാര്യങ്ങൾ വീക്ഷിക്കാവുന്ന ഒരു സ്ഥലം എന്നാണ് മക്കാനൻ സുവൻ. സുവ എന്ന് പറഞ്ഞപ്പോൾ സാധാരണ സവ സവ എന്നൊക്കെ പറഞ്ഞാൽ സമമായത് എന്ന അർത്ഥത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ രൂപത്തിൽ തന്നെയുള്ള ഒരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലമാണ് അവർ ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്നത്. ഫറോവക്ക് ഇതിലൂടെയുള്ള ഒരു തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, താൻ നീതിമാനാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു പൊതുസ്ഥലത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു മത്സരം എന്നത് അവന്റെ ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രകടനമായിട്ടും ഇതിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഫലനെത്തിയെന്നൊക്കെ മിസ്ലിഹി എന്ന് പറഞ്ഞ സിഹിർ എന്താണ്? കൺകെട്ട്, ഇന്ദ്രജാലം, കാപട്യം, തെറ്റിദ്ധരിപ്പിക്കൽ എന്നിവയുടെ ആളുകളുടെ കണ്ണിനെയും മനസ്സിനെയും വഞ്ചിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് സിഹിർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി സിഹിറുമായി നടക്കുന്ന ആളുകളുണ്ടല്ലോ. അവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഒരു തരം കൺകെട്ട് ജാലവിദ്യയും കാപട്യവും ഒക്കെയാണ് അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനും ഈ ഇന്ദ്രജാലത്തിനും പിന്നെ മേജിക്കിനും അതേപോലെ ഈ പറയുന്ന ഈ കാപട്യം നിറഞ്ഞ ഈ പ്രവർത്തനത്തിനൊക്കെ ഉപയോഗിക്കുന്ന വാക്ക് സിഹിർ എന്ന് തന്നെയാണ്. മരണം എന്നതിന് ഉപയോഗിക്കുന്ന വാക്കും സിഹിർ എന്ന് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒന്നിനെ ഉള്ളതായി തോന്നിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് സിഹിർ എന്ന് പറയുന്നത്. ഇല്ലാത്തൊരു സംഗതിയെ ഉള്ളതായിട്ട് തോന്നിപ്പിക്കുക, അതിനാണല്ലോ കൺകെട്ട്, ഇന്ദ്രജാലം എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ചരട് പാമ്പായി തോന്നുന്നത്, വടി ഓടുന്നതും ഒക്കെ അതൊരു തോന്നലാണ്. ആ തോന്നലാണ് എന്ന് ഈ സൂറത്തിന്റെ തന്നെ 66 ആയത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അവിടെ പറയുന്നത് നിങ്ങൾ ഇട്ടുകൊള്ളുക, ഖുർആൻ പറയുന്നത് നിങ്ങൾ ഇട്ടുകൊള്ളുക, അപ്പോഴതാ അവരുടെ കയറുകളും വടികളും അവരുടെ ജാലവിദ്യ നിമിത്തം ഓടി നടക്കുന്നതായി മൂസാ നബിക്കും തോന്നി എന്ന്. ആ ജാലവിദ്യക്കാരുടെ അവർ കയറും വടികളും ഒക്കെ നിലത്തിട്ടപ്പോ അത് പാമ്പായിട്ട് മൂസാ നബിക്കും തോന്നത്തക്ക വിധത്തിലുള്ള ഒരു സംഭവമായിരുന്നു അവിടെ നടന്നിരുന്നത്. അതാണ് സിഹിർ എന്ന് പറയുന്നത്. ഒരു പ്രവാചകന് പോലും അവിടെ നടക്കുന്ന ആ സിഹിർ അതൊരു യാഥാർത്ഥ്യമായി പോകുന്നത് പോലെ അനുഭവപ്പെട്ടു എന്ന്, അവിടെ ഒരു തോന്നലുണ്ടായി എന്ന് ഈ 66 ആയത്തിൽ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ നമുക്ക് കൂടുതൽ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ ആ വടികളും പിന്നെ കയറുകളും ഒക്കെ പാമ്പുകളായി മാറിയിരുന്നോ? ഇല്ലല്ലോ. മറിച്ച് മൂസാ നബിക്ക് അങ്ങനെ തോന്നുകയായിരുന്നു എന്നാണ് 116 ആയത്തിൽ ഈ സൂറത്തിലേക്ക് തന്നെ വരുമ്പോ അവിടെയും വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ കൈകളിലുള്ളത് ഇട്ടുകൊള്ളുക. അങ്ങനെ അവർ ആ കാര്യം നിലത്തേക്കിട്ടപ്പോൾ അവർ ജനങ്ങളുടെ കണ്ണുകളെ ആഭിചാരം ചെയ്യുകയും സിഹിർ ചെയ്യുകയും അവരെ ഭയപ്പെടുത്തുകയും ചെയ്തു. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയം തോന്നി. അവരുടെ കണ്ണുകളെ ആഭിചാരം ചെയ്തു, സിഹിർ ചെയ്തു. ആ കണ്ണുകൾക്ക് അങ്ങനെ ഒരു ഉണ്ടായി എന്നൊരു രൂപത്തിലും അതിനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അവർ കാണിക്കുന്നത് വമ്പിച്ച ഒരു ജാലവിദ്യ തന്നെയായിരുന്നു. അതിനുവേണ്ടി ഒരുങ്ങിയിട്ടാണ് ആളുകൾ വരുന്നത്. അത്രക്കാരെയാണ് ഫറോവ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. ആ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമാണ് ഫറോവയെ ഇങ്ങനെ ചില സംസാരങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. മൂസാ നബി ഇവിടെ ആവശ്യപ്പെടുകയാണ്. ഇനി മൂസാ നബിയോട് സ്ഥലം നിശ്ചയിക്കാൻ പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതിന് മൂസാ നബി അലൈഹിസ്സലാം വളരെ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്.
മക്കാനൻ സുവാൻ എന്ന് പറഞ്ഞപ്പോ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് എന്ന് പറയുമ്പോ അദ്ദേഹത്തിന് ഏറെ സമ്മതമായി. കാരണം വളരെ സുതാര്യമായ ഒരു വേദി അങ്ങനെ ഉണ്ടാകുമല്ലോ എന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഈ അടുത്തേക്ക് നമ്മൾ പോകുന്ന ബാക്കിയൊക്കെ നോട്ട്സിൽ നിങ്ങൾക്ക് വായിച്ചാൽ കുറച്ച് കൂടുതൽ വിവരങ്ങൾ അത് സംബന്ധമായിട്ട് കിട്ടുന്നതാണ്. ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നില്ല. അടുത്ത ആയത്തിലേക്ക് നോക്കുക. قال موعدكم يوم الزينة وأن يحشر الناس ضحى قال موعدكم يوم الزينة وأن يحشر الناس ضحى. മൂസാ നബി അലൈഹി ഇസ്ലാം അത് വളരെ ബുദ്ധിപൂർവം അതിന് മറുപടി നൽകുകയാണ്. നിങ്ങൾ قال موعدكم يوم الزينة وأن يحشر الناس ضحى. നിങ്ങളുടെ അവധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ അവധി എന്ന് പറയുന്നത് യോമുസീന, ഒരു സീനത്തിന്റെ ദിവസമാണ്. സീനത്ത് എന്ന് പറഞ്ഞാൽ അലങ്കാരം എന്നാണെന്നറിയാം. സീനത്ത് എന്ന് പറഞ്ഞാൽ മൂടി കൂട്ടുക എന്നാണ് അറിയാം. ഉത്സവം എന്നാണ് അവിടെ ഈ വാക്കിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഒരു ഉത്സവ ദിവസമാകുന്നു എന്ന്. ഒരു അവധി ഉള്ള ഒരു അവധി ദിനമായ ഒരു ഉത്സവ ദിവസമാണ് യോമുസീനത്ത് എന്ന് പറയുമ്പോൾ. സാധാരണ ആഘോഷ ദിവസങ്ങളിൽ, ഉത്സവ ദിവസങ്ങളിലൊക്കെ അലങ്കാരങ്ങൾ സ്വീകരിക്കാറുണ്ടല്ലോ. നല്ല മോടിയുള്ള അല്ലെങ്കിൽ പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഉപയോഗിക്കപ്പെടാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഈ മൂസാ നബി അലൈഹി സ്വലാം. അത്തരത്തിലുള്ള ഒരു ദിവസം അവരുടെ മുമ്പിൽ വരാനുണ്ട്. എല്ലാവർക്കും അവധിയായിരിക്കും, എല്ലാവരും ഉത്സവ മൂഡിലായിരിക്കും. എല്ലാ ആളുകൾക്കും, നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അവിടെ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ദിവസമാണ് വളരെ ബുദ്ധിപൂർവം മൂസാ നബി അലൈഹിസ്സലാം അവിടെ തിരഞ്ഞെടുക്കുന്നത്. അതിന്റെ സമയം പറയുന്നു. എപ്പോഴാണ് ദിവസം പറഞ്ഞു, ഇനി ആ ദിവസത്തിൽ എപ്പോഴാണ്, ഏത് സമയത്താണ് അത് നടക്കേണ്ടത് എന്നും കൂടെ പറയാണ്. പൂർവാഹ്നത്തിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടേണ്ടതാണ്. യുഹ്ശർ, മഹ്ശർ എന്ന് കേട്ടിട്ടില്ലേ? അതിന്റെ ഇടതുഭാഗത്തുള്ള ആ ഒരു സ്ലൈഡ്, ആ ഭാഗം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയതാണ് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥമല്ല, കുഴപ്പമില്ല, അതോടെ കടന്നോട്ടെ. അപ്പൊ വരേണ്ട സമയം, വരേണ്ട ആളുകൾ എല്ലാവരും വരേണ്ടത് എപ്പോഴാണ്? ആളുകളെ ക്ഷണിക്കേണ്ടത് എപ്പോഴാണ്? ഈ സംഭവം നടക്കേണ്ടത് എപ്പോഴാണ്? ലുഹാ സമയത്താണ്, പൂർവാഹ്ന സമയത്താണ് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടേണ്ടത്. എന്തിനായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു സമയം കൂടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? നമുക്ക് ആലോചിക്കാം. ഈ ഒരു ദിവസം തെരഞ്ഞെടുത്തതിന്റെ ബുദ്ധിപൂർവമുള്ള അദ്ദേഹത്തിന്റെ ആ ഇടപെടൽ നമുക്കിവിടെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. യൗമുസ്സീനത്ത് എന്ന് പറയും, ഒരു അവധി ഉത്സവ ദിവസമാണ്. എല്ലാവർക്കും പങ്കുചേരാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ആ ദിവസമാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. അതിന്റെ നമ്മൾ ഒന്നും കൂടെ പിന്നോട്ട് പോകാം. ഈ മന്ത്രവാദികളെ കൊണ്ട് കയറുകളും വടികളും പാമ്പാക്കി കാണിച്ചാൽ അതോടെ മൂസാ നബിയുടെ ദ്രവ്യ ദൃഷ്ടാന്തങ്ങളുടെ സ്വാധീനം ജനഹൃദയങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊള്ളും എന്നുള്ള ഫറോവയുടെ വിചാരം. അങ്ങനെ ഒരു പ്രദർശനം മൂസാ നബിയും പ്രതീക്ഷിച്ചു. അങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്. ഉടനെ അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലവും സന്ദർഭവും ഒക്കെ കണ്ടെത്തുകയാണ്. ആസന്നമായ ഒരു ഉത്സവ ദിനം തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ദിവസം തെരഞ്ഞെടുക്കപ്പെടുന്നു. അന്ന് രാജ്യത്തിലുള്ള എല്ലാ പൗരന്മാരും, പുറത്തു പോയിട്ടുള്ള ആളുകൾ മുഴുവനും രാജ്യത്തിന്റെ തലസ്ഥാനത്ത് എത്തിച്ചേരും. ഒഴിവു ദിവസമായതുകൊണ്ട് മത്സരം നടത്തുന്നത് നല്ല പകൽ വെളിച്ചത്തിൽ ആകണം. ആ പകൽ വെളിച്ചം എന്ന് പറയുന്നത് ചൂട് വളരെ ഉയർന്നു നിൽക്കുന്ന നട്ടുച്ച സമയത്ത് ആയിക്കൂടും. അതുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുക്കുന്നത് ആ ഒരു സമയം എന്ന് പറയുന്നത് ലുഹാ സമയമാണ്. ലുഹറിന്റെ തൊട്ട് മുമ്പുള്ള ആ സമയമാണ്. സൂര്യൻ ഉദിച്ച് ഉയർന്നതിന് ശേഷം ലുഹറിന്റെ സമയം വരേക്കുമുള്ള ആ ഒരു ഭാഗത്തെയാണല്ലോ ലുഹ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സമയമാണ് അവിടെ തെരഞ്ഞെടുക്കുന്നത്. അത് ഉത്സവ നടക്കുന്ന ഒരു മൈതാനിയിൽ വെച്ച് തന്നെ വേണമെന്നും അദ്ദേഹം അവിടെ ആവശ്യപ്പെടുന്നു. അങ്ങനെ
വരുമ്പോ സംശയത്തിനും സന്ദേഹത്തിനും ഇടമില്ലാത്ത വിധം എല്ലാവർക്കും വ്യക്തമായി കാണാൻ സാധിക്കുകയും അങ്ങനെയാണല്ലോ എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അപ്പൊ ഫറോവയുടെ വെല്ലുവിളി മൂസാ നബി അലൈഹി സ്വലാം പൂർണ്ണ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുകയാണ്. അദ്ദേഹം അതിന്റെ സമയവും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പറഞ്ഞു യോമ സീനത്ത് എന്താണ് എന്ന് പറഞ്ഞു. ആ അതിനെ സംബന്ധിച്ചൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ അത് പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട്. അവരുടെ ഒരു പെരുന്നാൾ ദിവസമായിരുന്നു എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അമാനിമലയുടെ പരിഭാഷ വായിച്ചു നോക്കിയാൽ ആ ദിവസത്തിന് എന്തൊരു പ്രത്യേക ഉത്സവ ദിവസത്തിന്റെ പ്രത്യേകമായ ഒരു 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 പേര് തന്നെ അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. വളരെ തന്ത്രപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാകുന്ന ഒരു സംഗതിയാകണമെന്ന് മൂസാ നബി അലൈഹി സ്വലാം ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഔദ്യോഗികമായ ഒഴിവായത് കൊണ്ട് എല്ലാവർക്കും പരിപാടിയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനിയുള്ളത് ഈ ദിവസം തെരഞ്ഞെടുത്തത് നമ്മൾ മനസ്സിലായി. ഈ സമയം തെരഞ്ഞെടുത്തതിനെ സംബന്ധിച്ച് ഒന്നുകൂടെ നമ്മൾ വിശദീകരിച്ചാൽ, നമ്മൾ പറഞ്ഞതുപോലെ രാവിലെ സൂര്യൻ ഉദിച്ച് വെളിച്ചം പരന്ന സമയത്തെയാണ് ലുഹ എന്ന് പറയുന്നത്. ഇതിന് ഈ ലുഹ എന്നത് നമുക്ക് പരിചയമുള്ള സമയമാണോ? നമുക്ക് സാധാരണ അറിയാവോ ഈ സമയത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? പൂർണ്ണമായ ഒരു വ്യക്തമായ നല്ല വെളിച്ചമുള്ള ഒരു സമയത്ത് കാര്യങ്ങൾ നടക്കണമെന്ന് മൂസാ നബി അലൈഹിസ്സലാം വിചാരിക്കുന്നു. അങ്ങനെ ഒരു സമയം തിരഞ്ഞെടുക്കുന്നു. അപ്പൊ ഈ സമയത്തെ സംബന്ധിച്ച് നമുക്കെന്താണ് ഈ സമയത്തെ സംബന്ധിച്ച് അറിയാം? ഈ അറബി പദത്തിന് ലുഹ എന്ന അറബി പദത്തിന് സൂര്യൻ ഉദിച്ചുയർന്ന ശേഷമുള്ള വെളിച്ചം എന്നൊക്കെ, പകലിന്റെ മുൻഭാഗം എന്നൊക്കെയാണ് അതിന് അർത്ഥമുള്ളത് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ 93-ാമത്തെ അധ്യായത്തിന്റെ പേര് അൽ-ളുഹ, സൂറത്ത് അൽ-ളുഹ എന്നാണ് എന്ന് നമുക്കറിയാം. അൽ-ളുഹ വൽ-ളുഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത് എന്ന് നമുക്കറിയാം. വാ കൊണ്ട് ആരംഭിക്കുന്ന ഒരു പദം, ഒരു ആയത്ത് എന്ന് പറയുന്നത് അള്ളാഹു സത്യം ചെയ്ത് പറയുന്ന ഒരു വാക്കായിരിക്കും. വല്ലുഹ എന്ന് പറഞ്ഞാൽ പൂർവാഗ്നം തന്നെയാണ് സത്യം എന്നാണല്ലോ ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് സ്വാഭാവികമായും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടാകും തീർച്ചയായും. എന്താണ് ലുഹായുടെ പ്രാധാന്യം? ഇസ്ലാമിക ആരാധനാ കർമ്മങ്ങളിൽ സവിശേഷമായ സ്ഥാനമുള്ള ഒരു ഐച്ഛിക സുന്നത്ത് നമസ്കാരം നടക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു സമയമാണ് സ്വലാത്തുൽ ളുഹ എന്ന് പറയുന്നത്. ഞാൻ ഈ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഇത് പറയുന്നതിൽ ചില പ്രയാസം എനിക്കുണ്ട്. പക്ഷെ എന്നാലും കാര്യങ്ങള് മറ്റുള്ള ചെയ്യുന്ന ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ ആയിക്കോട്ടെ എന്നുള്ളതൊക്കെ ഞാനിത് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം ക്ഷമിക്കണം. ആ സ്വലാത്തുൽ ളുഹയെ സംബന്ധിച്ച് പ്രാധാന്യപൂർവ്വം നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിൽ. അതും കൂടെ ഈ ളുഹ എന്ന സമയം നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതിയാണ്. പകലാരംഭിച്ച് ആളുകൾ ഭൗതികമായ കാര്യങ്ങളിൽ വ്യാപൃതരാകുന്ന സമയത്ത് തന്റെ രക്ഷിതാവിനെ ഓർക്കാനും അവനുമായി സംവദിക്കാനും ഒരു വിശ്വാസി കണ്ടെത്തുന്ന വിലയേറിയ നിമിഷങ്ങളാണത്. ആളുകളൊക്കെ ജോലിക്ക് പോയി ആ ജോലിയുടെ തിരക്കുകളിൽ പെട്ടിരിക്കുമ്പോ തിരക്ക് കഴിഞ്ഞ ആളുകൾ ഉണ്ടാകാം. അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർക്ക്, അങ്ങനെയുള്ള വിശ്വാസികൾക്ക് പടച്ചവനുമായി സംവദിക്കാനുള്ള, പടച്ചവനുമായി സംസാരിക്കാനുള്ള ഒരു സമയമാണ് എന്ന് ഇതിനെ നമുക്ക് കാണാം. ളുഹായുടെ പ്രാധാന്യം കേവലം ഒരു കർമ്മത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആ ഒരു സമയത്തിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇത് മാത്രം നമ്മൾ ഇവിടെ പറഞ്ഞു പോവുകയാണ്. ഈ ഒരു ളുഹ നമസ്കാരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ആത്മീയവും ശാരീരികവുമായ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഒരുപക്ഷെ വലിയതായിരിക്കുമെന്ന് ഇനി വരുന്ന നമ്മൾ വായിക്കാൻ പോകുന്ന ഹദീസുകൾ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ അത് കണ്ടെത്താൻ സാധിച്ചേക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു, അള്ളാഹു ഒരു കാര്യത്തെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നുവെങ്കിൽ അതിനർത്ഥം ആ കാര്യത്തിന് വലിയ മഹത്വം ഉണ്ട് എന്നാണല്ലോ. അപ്പൊ ആ ളുഹ എന്ന പൂർവാഹിനം എന്ന് പറയുന്ന ആ സമയത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് എന്ന് നമുക്ക് ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായി. ഈ സൂറത്തുൽ ളുഹ എന്ന സൂറത്ത്
പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാനസികമായി പ്രയാസം നേരിട്ടപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി അവതരിച്ച സൂറത്തും കൂടിയാണ്. അറിയാലോ, വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ എന്ന് പറയുമ്പോൾ പ്രവാചകരെ നിങ്ങളെ കനിയൊഴിച്ചിട്ടില്ല, അള്ളാഹു നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാനസികമായ പ്രയാസം നേരിട്ടപ്പോ ആശ്വാസമായി അവതരിച്ച സൂറത്ത് കൂടിയാണ് സൂറത്തുൽ ളുഹ. ആ ലുഹ എന്ന വാക്കിന്റെ അർത്ഥം അത് പൂർവാഹ്ന സമയമെന്നാണ്. ആ ഒരു സമയത്താണ് ലുഹ നമസ്കാരം എന്നുള്ള കാര്യം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. ലുഹ നമസ്കാരം നിർവഹിക്കുന്ന ഒരു വിശ്വാസിക്കും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ആശ്വാസവും സാന്ത്വനവും കണ്ടെത്താൻ സാധിക്കുമെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ആലോചിച്ചു നോക്കൂ. ലൗകികമായ ആശങ്കകൾക്കിടയിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് അഭയം നേടാനുള്ള ഒരവസരമാണ് ആ സമയം എന്ന് പറയുന്നത്. പ്രവാചകചര്യയിൽ ദുഹാ നമസ്കാരത്തിന് ശക്തമായ പ്രോത്സാഹനവും പ്രചോദനവുമുണ്ട്. നിരവധി ഹദീസുകളിൽ ഇതിന്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദിക്കും സദഖത്തുൻ. നിങ്ങൾ ഓരോരുത്തരും നേരം വെളുക്കുമ്പോ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സന്ധികൾക്കും ഓരോ സദക്ക ചെയ്യൽ നിർബന്ധമാകുന്നു. നിങ്ങൾ ഓരോ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും രാവിലെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സന്ധികൾക്കും ഓരോ അവയവത്തിന്റെ ഓരോ ഭാഗത്തിനും രാവിലെ തന്നെ ഓരോ സദക്ക ചെയ്യൽ നിർബന്ധമാണ്. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖത്തുൻ. എങ്ങനെയാണ് ആ സദക്ക ചെയ്യേണ്ടത്? ഒരു തസ്ബീഹ് ഒരു സദക്കയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖത്തുൻ. ഒരു അൽഹംദുലില്ലാ എന്ന് പറയുന്നത് സദക്കയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖത്തുൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന തഹ്ലീൽ അതും സദക്കയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖത്തുൻ. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സദഖ എന്ന വാക്ക് അതും ഒരു സദക്കയാണ്. വഅംറു ബിൽ മഅറൂഫി സദഖത്തുൻ വനഹിയും അനിൽ മുൻകരി സദഖത്തുൻ. നന്മ കൽപ്പിക്കുന്നത് സദക്കയാണ്, തിന്മ വിരോധിക്കുന്നത് സദക്കയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരം വെളുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നിർബന്ധമായി കഴിഞ്ഞു. കാരണം നിങ്ങളുടെ കൈ അനങ്ങുന്നുണ്ട്, കാല് അനങ്ങുന്നുണ്ട്, മടങ്ങുന്നുണ്ട്, നിവർത്താൻ കഴിയുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സന്ധികളും ഓരോ സംഗതികളും ഒക്കെ ചലിക്കുന്നുണ്ടല്ലോ. ആകെ ചലിക്കുന്നതിന് നന്ദി ആയിക്കൊണ്ട് പടച്ചവന് നിങ്ങൾ സദക്ക ചെയ്യൽ നിർബന്ധമാണ്. സദക്ക എന്ന് പറയുമ്പോ, ധർമ്മം എന്ന് പറയുമ്പോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നിർബന്ധം ചെയ്തതാണോ എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാലത്തും നിർബന്ധമായി എല്ലാ ദിവസവും അങ്ങനെ ചെയ്തു വന്നതായിട്ടല്ല മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഇതിന്റെ പ്രാധാന്യം ഇങ്ങനെ പറയുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും അത് നമസ്കരിച്ചതായിട്ടുള്ള ഹദീസുകളിൽ ഒരുപാട് ഭാഗത്ത് അത് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പല സഹാബികളോടൊക്കെ ഇനി വരുന്ന ഭാഗത്തുണ്ട്. അതിന്റെ ബാക്കി കൂടെ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷെ അതിനുള്ള സംശയങ്ങൾ തീരുന്നതാണ്. പക്ഷെ ഈ ഒരു ഹദീസ് ഇവിടെ അവസാനിപ്പിക്കുന്നത് വയുജ്സിഉ മിൻ ദാലിക റക്അതാനി യർകഉഹാ മിനൽ ദുഹാ. ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള സദക്കകൾക്കും എല്ലാ നന്മകൾക്കും പകരമായി ഒരാള് 2 റക്അത്ത് ദുഹാ നമസ്കരിച്ചാൽ അത് മതിയാകുന്നതാണ്. ബോധ്യപ്പെട്ടല്ലോ? അപ്പൊ അത്ര പ്രാധാന്യത്തോടു കൂടിയാണ് സ്വഹീഹ് മുസ്ലിമിൽ ഈ ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുക. നമ്മുടെ സമയത്തിനനുസരിച്ച് ഒഴിവുകൾക്കനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ആളുകളൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം എന്നുള്ളവർക്കാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേക ചില ഉപദേശങ്ങൾ നൽകിയത് നമ്മൾ നേരത്തെ കേട്ടതാണല്ലോ പല സന്ദർഭങ്ങളിൽ. ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ. എന്റെ ഖലീൽ, എന്റെ കൂട്ടുകാരനായ എന്റെ പ്രവാചകൻ എന്നോട് 3 കാര്യങ്ങൾ ഉപദേശിച്ചു. സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ശഹർ. എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കണേന്ന്. വറക്അത്തൈ അൽദുഹാ.
2 റക്അത്ത് ദുഹാ നമസ്കരിക്കണേന്ന്. വാൻ നൂത്തിറ ഖബല നനാമ, ഞാൻ ഉറങ്ങുന്നതിന്റെ മുമ്പെങ്കിലും ഞാൻ വിത്ര നമസ്കരിക്കുകയും ചെയ്യണേന്നും എന്നോട് ഈ 3 കാര്യങ്ങൾ ഒഴിവാക്കരുതേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധമായും ചെയ്യണേ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒഴിവാക്കരുതേ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുമ്പോ അദ്ദേഹത്തെ ഉപദേശിച്ച ഈ ഉപദേശം വളരെ പ്രബലമാണ്. സ്വഹീഹ് ബുഖാരി മുസ്ലിമിലൊക്കെ വന്നിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനെപ്പറ്റി പിന്നെ നമ്മൾ കാണുന്നത് അവ്വാബീങ്ങളുടെ നമസ്കാരമാണ് എന്നാണ്. അവ്വാബീൻ എന്ന് പറഞ്ഞാൽ തൗബ ചെയ്ത് മടങ്ങുന്നവർ എന്നാണ്. അവ്വാബീൻ എന്ന് പറഞ്ഞവർ. സലാത്തുൽ അവ്വാബീന ഹീന തർമദുൽ ഫിസാൽ എന്ന് പറയുന്നുണ്ട്. അവ്വാബീങ്ങളുടെ നമസ്കാരം എന്ന് പറയുന്നത് ഹീന തർമദുൽ ഫിസാൽ, ചൂട് കാരണം ഒട്ടകക്കുട്ടികളുടെ കാൽപാദങ്ങൾ വെന്തിരുകുന്ന നേരമാണ്. ഒട്ടകക്കുട്ടികളുടെ കാൽപാദങ്ങൾക്ക് ചൂട് വരുന്ന ആ സമയമാണ് ഈ ഒരു സലാത്തുൽ അവ്വാബീൻ ളുഹാ നമസ്കാരത്തിന്റെ സമയം, അല്ലെങ്കിൽ അവ്വാബീങ്ങൾ നമസ്കരിക്കുന്ന, പാശ്ചാത്തപിക്കുന്ന ആളുകൾ, അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന ആളുകൾ നമസ്കരിക്കുന്ന ഈ നമസ്കാരത്തിന്റെ സമയം എന്നുകൂടെ അവിടെ പഠിപ്പിക്കുമ്പോൾ ളുഹറിന്റെ തൊട്ട് മുമ്പായിട്ടുള്ള ആ സമയമാണ് അതുകൊണ്ട് മനസ്സിലാക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അപ്പോ ളുഹ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള സമയം സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ, സൂര്യൻ ഉദിച്ച ഉടനെ നമസ്കരിക്കാൻ പാടില്ല. ഒരു 15 മിനിറ്റാണ് ഇവിടൊക്കെ നമ്മൾ സാധാരണ നമ്മളെ ഈ പെരുന്നാൾ നമസ്കാരം നടക്കാറുള്ളത് സൂര്യൻ ഉദിച്ചതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. കാരണം അതൊന്ന് പിന്നെ ഉദിച്ച് ഉയരുക എന്നാണ് അതിന്റെ സമയം വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് സൂര്യോദയം കഴിഞ്ഞ് ഒരു കുന്തം, ഒരു ചെറിയ വടി അതിങ്ങനെ ഉയർത്തി നിർത്തി അതിന്റെ അളവിൽ ഏകദേശം ഒരു 15-20 മിനിറ്റ് സമയം, അതങ്ങനെ ആ അളവിൽ സൂര്യൻ ഉയർന്നത് മുതൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെയൊക്കെയുള്ള അള്ളോറിന്റെ തൊട്ട് മുമ്പ് വരെയൊക്കെയുള്ള സമയത്തെയാണ് ഇതിന്റെ കൃത്യമായ വഖത്ത് എന്ന് പറയുന്നുണ്ട്. ഈ നമസ്കാരത്തിന്റെ റക്അത്തുകൾ എന്ന് പറയുന്നത് 2, 4, 6, 8 എന്നിങ്ങനെയാണ് നമസ്കരിക്കാവുന്നത്. മക്ക വിജയ ദിവസം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 8 റക്അത്ത് ളുഹ നമസ്കരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യം, ളുഹാ നമസ്കാരം കേവലം ഒരു ഐച്ഛിക കർമ്മം മാത്രമല്ല, മറിച്ച് ഇത് ഒരു ദിവസത്തെ മുഴുവൻ ബർക്കത്താക്കി അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ആത്മീയ ചാർജറാണ്. തിരക്കിട്ട ജീവിതത്തിനിടയിൽ നിന്ന് അല്പസമയം കണ്ടെത്തി റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനത്തിന്റെ മാർഗമാണ്. നമ്മുടെ ശരീരത്തോടുള്ള നന്ദിയാണ്, ശുക്രാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള മാർഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു അനുഷ്ഠാനമാണ്. നമ്മളെ അള്ളാഹുവിലേക്ക് നിരന്തരം മടക്കി കൊണ്ടുപോകുന്ന തരത്തിൽ അവ്വാബീങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഒരു കർമ്മമാണ് എന്നൊക്കെ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാം. ഇതിന്റെ പ്രാധാന്യം നിങ്ങൾ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ ഇത് നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് ഫറോവയുടെ ഒരു കുടില തന്ത്രമാണ്, ഒരു വല്ലാത്തൊരു തന്ത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് പടച്ചോന്റെ ഒരു സന്ദേശത്തെ രാഷ്ട്രീയമായ ഒരു ഭീഷണിയായി ചിത്രീകരിക്കാൻ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ അവൻ നടത്തിയിട്ടുള്ളത്. നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി വന്ന ഒരു മനുഷ്യനാണ്, വെറും ഒരു ജാലവിദ്യക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ കണ്ടത്. എന്നിട്ട് ആ ഒരു തരത്തിലുള്ള ഭീഷണി ഇവിടെ ഫറോവ മുഴക്കുന്ന സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിന് ഏതെങ്കിലും തരത്തിലുള്ള ഭയപ്പാടുകൾ വരുന്നില്ല. അദ്ദേഹം നിസ്സങ്കോചം അത് ഏറ്റെടുക്കുകയും അതിനുള്ള സമയവും ദിവസവും ഒക്കെ നിശ്ചയിച്ചു കൊടുക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് ഒരു പൊതുവേദിയിൽ വെച്ച് എന്റെ നിലപാട് വളരെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുമല്ലോ എന്ന ഒരു ആത്മവിശ്വാസം മൂസാ നബി അലൈഹി സ്വലാമക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ജീവിതത്തിൽ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ട് വരും. പല നിലക്കും പലതരത്തിലുള്ള വെല്ലുവിളികൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ഇപ്പോലെ വരും. അങ്ങനെയുള്ള വെല്ലുവിളികൾ വരുന്ന സന്ദർഭങ്ങളിൽ അതിനെ ഇസ്ലാമികമായ പ്രബോധനത്തിനുള്ള ദഅവത്തിനുള്ള ഏറ്റവും വലിയ ഒരു അവസരമാക്കി മാറ്റാൻ
നമുക്കതിന് അവിടെ സാധിക്കേണ്ടതുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളെ ജീവിതത്തിൽ സാധ്യതകളാക്കി മാറ്റാൻ, അതുകൊണ്ടുള്ള എന്താണ് ഉപകാരം അതുകൊണ്ടുണ്ടാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാനുള്ള ഒരു കാര്യമായിട്ടും ഈ ആയത്തിനെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അവസാനമായി ആ ലുഹ എന്ന സമയത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ആ ഒരു സമയം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സത്യം എല്ലാ സന്ദർഭങ്ങളെയും എല്ലാ നിലക്കും ജനങ്ങളുടെ മുമ്പിൽ എങ്ങനെയും പ്രദർശിപ്പിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ്. വെളിച്ചത്തിലും വ്യക്തതയിലും ഒക്കെ അതിനെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കണം. എല്ലായ്പ്പോഴും തന്നെ സത്യം എന്ന് പറയുന്നത് വെളിച്ചത്തെയും വ്യക്തതയുമാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അസത്യം, വഞ്ചനയും, ഇരുട്ടിന്റെ മറവും ഒക്കെയാണ് അത് പലപ്പോഴും ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെയാണ് ഇതിലുള്ള മറ്റു തരത്തിലുള്ള പാഠങ്ങൾ. പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം മാതൃകയാക്കാവുന്ന മഹത്തായ പാഠങ്ങളെ സംബന്ധിച്ചാണ് നമ്മളിവിടെ കണ്ടത്. കേവലം ചരിത്രപരമായ ഒരു സംഭവം എന്നതിനേക്കാൾ ഉപരി ഏത് കാലഘട്ടത്തിലും സത്യത്തിന്റെ പ്രബോധകർക്ക് മാതൃകയാക്കാൻ ഒരുപാട് സംഗതികൾ